2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കടക്കണിയിൽ പെട്ടുപോയ ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ഇവിടെ ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ ആകസ്മികമായ സംഭവങ്ങളാല് പ്രവാചകൻ അവതരിപ്പിക്കുകയാണ്. ആവശ്യകതകളിലായിരിക്കുന്ന തന്റെ വിശ്വസ്ത ജനത്തിനു വേണ്ടി ദൈവം കരുതുന്നവനാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു വിധവയും അവളുടെ 2 മക്കളുമാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, പ്രതിസന്ധികളിൽ ഭയപ്പെടുന്ന കുടുംബങ്ങൾ പ്രവാചകന്റെ കാലത്തുമുണ്ട്, ഇന്നയുടെ ദിനങ്ങളിലുമുണ്ട്. പലപ്പോഴും കടഭാരങ്ങളൊക്കെ ഉളവാകുന്നത് നമ്മുടെ ആശ്രിത കൊണ്ടും സൂക്ഷ്മക്കുറവ് കൊണ്ടും സംഭവിക്കുന്നതാണ്. എന്നാൽ ചിലതൊക്കെ പ്രതീക്ഷിക്കാതുണ്ടാകുന്ന ആകസ്മികമായ സംഭവങ്ങളിലൂടെ കടഭാരങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. നമുക്കറിയാം, മാരകമായ ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ കടന്നു വന്നാൽ പെട്ടെന്ന് അവരുടെ സാമ്പത്തിക അനുഭവങ്ങൾ തകർന്ന് തരിപ്പണമാകുവാനൊക്കെ അതൊക്കെ മുഖാന്തരമായി തീരും. അതുപോലെ ആക്സിഡന്റുകൾ, അതൊന്നും അവർ വ്യക്തിപരമായിട്ട് വരുത്തുന്നതല്ല. എന്നാല് നമ്മള് വളരെ സൂക്ഷ്മതയോടും വളരെ ശ്രദ്ധയോടും വളരെ പദ്ധതികളോടും കൂടെ വേണം കടങ്ങളൊക്കെ എടുക്കുവാൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു പ്രവാചക കുടുംബമാണ്, പ്രവാചക ശിഷ്യന്റെ കുടുംബമാണ്. ഏലിയാവിന്റെ കാലത്താണ് ഈ പ്രവാചക സ്കൂൾ ആരംഭിക്കുവാനിടയായിട്ടുണ്ട്. ഏലിയാവിന് അനേക ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. ഈ പ്രവാചക ശിഷ്യന്മാരുടെ ദൗത്യമെന്ന് പറഞ്ഞാൽ അവരും ദൈവത്തിന്റെ ആത്മാവിൽ ആലോചനകൾ പറയുകയും ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രവാചകനായി ദൈവം അയച്ചിരിക്കുന്ന ആ പ്രവാചകനോട് ചേർന്ന് ആത്മീയ പ്രവർത്തനങ്ങളിലും ഭൗമിക പ്രവർത്തനങ്ങളിലും സഹായികളായി നിലകൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ പ്രവാചകന്മാര് ഇസ്രായേലില് അതിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനം വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. ദൈവത്തിന്റെ ഹിതം കാലാകാലങ്ങളിൽ ജനത്തെ അറിയിക്കുകയും അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയുമാണ് ഈ പ്രവാചകന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രവാചക ശുശ്രൂഷയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മകമായി നിന്നുകൊണ്ട് മനുഷ്യനോട് സംസാരിക്കുക. പ്രവാചകന്മാർ പലപ്പോഴും ജനത്തെ ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. കോവിഡ് വിശ്വസ്തതയിൽ നിന്നും ജനം വ്യതിചലിക്കുമ്പോൾ ഇവര് ശക്തിയുള്ള വാക്താക്കളായിട്ട് അവിടെ പ്രവർത്തിക്കും. ജനം ദൈവപ്രമാണം വിട്ട് വ്യതിചലിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മോശ കൊടുത്ത പഞ്ചഗ്രന്ഥ പ്രമാണത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള അനേക പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള പ്രവാചകന്റെ
ശിഷ്യന്മാരില് ഏലിശ എന്ന് പറയുന്ന പ്രവാചകൻ, ഏലിയ പ്രവാചകന് ശേഷം ശുശ്രൂഷ ഏറ്റെടുത്ത ഏലിശയുടെ കാലത്ത് ഏലിയ പ്രവാചകൻ നടത്തിയതുപോലെ തന്നെ ഏലിയ പ്രവാചകന്റെ ശിഷ്യന്മാരായിരുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഏലിശ ശുശ്രൂഷ നിവർത്തിപ്പാനിടയായി തീർന്നത്. അങ്ങനെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഏലിശ പ്രവാചകനെ സമീപിച്ച ഈ വിധവയുടെ ഭർത്താവ്. ഈ ഏലിശ പ്രവാചകന്റെ ശിഷ്യനായിരുന്ന ഈ പ്രവാചക ശിഷ്യൻ, ഒരേ പ്രവാചക ശിഷ്യന്മാരെന്ന് അറിയപ്പെടുന്നത് പ്രവാചക ശിഷ്യൻ മരിക്കുവാനിടയായിട്ടും അവരാ മരിച്ച സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവരെത്തപ്പെടുകയാണ്. ആ പ്രതിസന്ധി പ്രവാചകനെ അറിയിക്കാനും പ്രവാചകൻ നിന്ന് ഉപദേശവും പരിഹാരവും ഗ്രഹിക്കുവാനുമായിട്ടാണ് ഈ വിധവ സ്ത്രീ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എന്റെ അടുക്കൽ വന്ന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, അപ്പൊ അവളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രതിസന്ധി അവളുടെ ഭർത്താവ് മരിച്ചുപോയി എന്നുള്ളതാണ്. അങ്ങനെയല്ലേ ഇവിടെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഏലിശ കാര്യം അറിഞ്ഞിട്ടുണ്ടാകാം. ഏലിശ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്നിട്ടുമുണ്ട്. കാരണം അവിടെ പറയുകയാണ്, മരിച്ചയാൾ ഒരു പ്രവാചക ശിഷ്യനാണല്ലോ. രണ്ടാമത്തെ പ്രതിസന്ധി അവളെ തുറന്ന് അറിയിക്കുന്നത് തന്റെ കുടുംബം കടക്കണിയിലാണ്. കടക്കാർ വന്ന് മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകുവാൻ ഒരുങ്ങുന്നു. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഈ വിഷയത്തെ നമ്മൾ ചിന്തിച്ചാൽ വസ്തു വീട് ജപ്തി ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന രംഗമാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ. എന്നാൽ ആ കാലഘട്ടത്തിൽ കടം കയറിയാൽ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകുന്ന സംസ്കാരമാണ്. അവിടെ ഭർത്താവിനെ പറ്റി അവൾ പറയുന്ന കാര്യം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്താണ് ഇവിടെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്? ഭക്തനാണ്. അദ്ദേഹം ഭക്തന് ആണെന്ന് പ്രവാചകൻ അറിയുന്നല്ലോ എന്നാ പറയുന്നത്. ഭക്തനെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത എന്താ? ദൈവത്തോട് നല്ല ബന്ധം പുലർത്തുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, ഉപസിക്കുന്നവൻ, അതുപോലെ ആരാധിക്കുന്നവൻ, ഇതിലൊക്കെ വളരെ കൃത്യനിഷ്ഠയുള്ള ആ വ്യക്തി, മറ്റുള്ളവരോട് വിനയത്തോടും സ്നേഹത്തോടും പ്രവർത്തിക്കുന്നവൻ, സംസാരത്തിൽ നിയന്ത്രണവും സൂക്ഷ്മതയും പാലിക്കുന്ന വ്യക്തി, ദൈവത്തെ ഭയപ്പെടുന്ന, അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഭാര്യ അവകാശപ്പെടുന്നത് എന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, ഭക്തനാണ്. ആ കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കും, ഒരു കാര്യത്തിൽ ഇയാൾ പരാജിതനായിരുന്നു. ഏത് കാര്യത്തിലാ? സാമ്പത്തിക കാര്യവേള അശ്രദ്ധയോടുകൂടി എന്ത് ചെയ്തു? കൈകാര്യം ചെയ്യുവാനിടയായി തീർന്നു. മരണം ഒരുപക്ഷെ ആകസ്മികമായിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. കൊടുത്തു തീർക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം അദ്ദേഹം കടം വാങ്ങിച്ചത്.
എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ കുടുംബം എന്ത് ചെയ്തു? കടക്കണിയിലായി തീരുവാനിടയായിത്തീർന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, കടക്കണിയായി. 3 മക്കൾ എന്ത് ചെയ്യാൻ പോവാ? അടിമകളാകാൻ പോവുക. ഈ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ ആണ് അവൾ അടുത്തിരുന്നത്. ഞാൻ ഒരു വാക്കൂടെ പറയാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിവുള്ളിടത്തോളം കടം വാങ്ങാതിരിക്കുക, പലിശയ്ക്ക് പൈസ വാങ്ങാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് തൽക്കാലം വലിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടെന്നിരിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി തുറക്കും. കർത്താവിന് വരെ പറയുന്നത് നീ കടം വാങ്ങുമെന്നല്ല, നീ കടം കൊടുക്കുമെന്നാണ്. അപ്പോൾ ഒരിക്കലും നമ്മള് ക്രിസ്ത്യ ജീവിതത്തിൽ ഓർക്കേണ്ട വിഷയമാണ് നമ്മൾ കടം വാങ്ങരുത്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആവശ്യതകൾ മറ്റു മനുഷ്യരോട് പറയാൻ പാടില്ല, ദൈവത്തോട് മാത്രം പറയില്ല. പിതാക്കന്മാരായ ദൈവദാസന്മാർ അനുകരിച്ചിരുന്ന ഒരു നല്ല മാതൃക അതായിരുന്നു. അവരുടെ ആവശ്യകതകൾ അവർ ഭൂമിയിൽ ആരോടും പറയാറില്ല. അവർ മാന്യന്മാരെ പോലെ തന്നെ അവർ ജീവിക്കും. അവരുടെ പ്രതിസന്ധികളിൽ അവർ കർത്താവിനോട് മാത്രം പറയും. അപ്പോൾ ഈയൊരു അനുഭവം എപ്പോഴും ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആവശ്യകതയാണ്. കാര്യം തന്റെ ഭക്തന്മാരെ പുലർത്താമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം 13 പറയുമ്പോൾ അങ്ങനെയല്ലേ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും എത്തിയിട്ടില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്ന ഇന്ന കാലഘട്ടത്തിൽ ആ കടം വ്യത്യസ്ത നിലവാരങ്ങളിൽ മനുഷ്യനെ ആകർഷിച്ച് കടക്കടിയിൽ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വരവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചെലവ് ചെയ്യുക എന്നുള്ള തത്വം നമ്മൾ പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ കടത്തിൽ പെടാതിരിക്കത്തുള്ളൂ. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ ഉപഭോഗ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അനുകരണത്തിന്റെയും മാസ്മരികത ഇന്ന് ലോകത്തിൽ നടമാടുക. അപ്പോൾ വരുമാനത്തിന്റെ കണക്കുകൾ എടുക്കാതെ പലരും എന്ത് ചെയ്യാറുണ്ടെന്നറിയാമോ? വാങ്ങിക്കൂട്ടുകയും ഉപയോഗിച്ചു തീർക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ പ്രലോഭനത്തിൽ അനുഭവപ്പെടുന്ന വ്യക്തിവിധങ്ങൾക്ക് അവര് പിന്നത്തേതിൽ കടക്കണിയിൽപ്പെടും. കാര്യം പരസ്യങ്ങളിലൂടെയും നമ്മുടെ വീടാന്തരങ്ങളിലൊക്കെ കയറി വന്ന് ഏജൻസികൾ മുഖാന്തരവും ഒക്കെ നമ്മളെ വശീകരിച്ച് കടങ്ങൾ തരാം, സാധനങ്ങൾ എടുത്തു. നമുക്ക് ആവശ്യകത, അത്യാവശ്യമുള്ളതും അത്യാവശ്യവും ആവശ്യവും ഒക്കെ തമ്മിൽ വേർതിരിക്കണം. നമുക്കറിയാം, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഭക്ഷണം അത്യാവശ്യമാണ്, വായു അത്യാവശ്യമാണ്, നമുക്ക് നല്ല ഡ്രസ്സ് ധരിക്കേണ്ട അത്യാവശ്യമാണ്, നല്ല ആഹാരം കഴിക്കേണ്ട അത്യാവശ്യമാണ്. എന്നാ നമുക്കൊരു 10 വസ്ത്രമുണ്ടെങ്കിലും 2 വസ്ത്രമുണ്ടെങ്കിലും നമുക്ക് മാന്യമായി നടക്കാം. കാറില്ലെങ്കിലും സൈക്കിൾ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം, കാർ ഉപയോഗിച്ച് വേണമെങ്കിൽ യാത്ര ചെയ്യാം, സ്കൂട്ടർ ഉപയോഗിച്ച് വേണമെങ്കിൽ യാത്ര ചെയ്യാം. നമ്മുടെ വരുമാനം എന്തോ അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? അടുക്കും ചിട്ടയോടും കൂടി ചെലവ് ക്രമീകരിക്കണം. അത്യാവശ്യത്തിന് മുൻഗണന കൊടുക്കുകയും ആവശ്യത്തിന് 2ാം സ്ഥാനം കൊടുക്കുകയും 3ാം സ്ഥാനം നമ്മുടെ ജീവിതത്തിന്റെ ആഡംബരങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിലായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി തരുന്നത് ഭക്തിക്കും ജീവനും വേണ്ടിയാണ്. അല്ലാതെ കർത്താവ് നമുക്ക് ആഡംബരത്തോട് സുഖിക്കാൻ, ധനവാന്റെ ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് പറയുന്നത് അയാള് മാനസാന്തരപ്പെട്ടില്ല, ആഡംബരത്തോട് സുഖിച്ചെന്ന. ആഡംബരത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആഡംബരം ഒരിക്കലും ദൈവം ഇച്ഛിക്കുന്ന കാര്യമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ചിന്തിക്കണം. കഴിഞ്ഞ കാലത്ത് പ്രവാചക ശുശ്രൂഷാ ദൗത്യം നിർവർത്തിച്ചിട്ടുള്ള ദൈവദാസന്മാർ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേതൃത്വങ്ങൾ കൊടുത്തിട്ടുള്ള ദൈവദാസന്മാർ, അവർ ആഡംബര ജീവിതം ചെയ്തുകൊണ്ടല്ല ജനത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷിച്ചത്. കാര്യം ആഡംബരം ചെയ്യാൻ അവർക്ക് പൈസയില്ല. പ്രത്യേകിച്ച് ലോകം വലിയൊരു വിപത്തിലേക്ക്, കൊറോണയിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക.
ദൈവം സമർത്ഥമായ നല്ല നിലവാരങ്ങളിൽ ശുശ്രൂഷിപ്പാൻ നാവ് തന്നിട്ടുണ്ടെങ്കിൽ, ജനത്തെ ആകർഷിക്കുന്ന നല്ല പ്രസംഗങ്ങൾ തയ്യാറാക്കുവാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ നല്ല നിലവാരങ്ങളിലുള്ള ആ ശുശ്രൂഷകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ആ കൃപാവരങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ ദൈവത്തെയും ശുശ്രൂഷയും മാനിച്ച് ധാരാളം നന്മകൾ നമുക്ക് ലഭിക്കും. ആ ധാരാളം നന്മകൾ ലഭിക്കുമ്പോൾ നമ്മളെപ്പോലെ ദൈവത്തിന്റെ ദാനമാണ് ഈ ശുശ്രൂഷകൾ. നമ്മളെപ്പോലെ ശുശ്രൂഷകൾ ദൈവം ദാനം ചെയ്യാത്ത നമ്മുടെ കൂട്ടു ദൈവദാസന്മാർ കാണും, കൂട്ടുവിശ്വാസികൾ കാണും. അവർ ഞെരുക്കങ്ങളിലായിരിക്കും, ദാരിദ്ര്യങ്ങളിലായിരിക്കും. പ്രവാചക പുസ്തകത്തിൽ മോശയുടെ പ്രമാണത്തിൽ വായിക്കുമ്പോൾ നിന്റെ ഇടയിൽ ദരിദ്രനില്ലാതെ വരുത്തില്ല. ദൈവജനത്തിനിടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ടുള്ളവരെ അനുഭവിക്കുന്നവരെ സഹായിപ്പാനുള്ള വരം നിന്നെ ദൈവം ആ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന സഹായിപ്പാനാ. പല ദൈവദാസന്മാരും പറയാറുണ്ട്, ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞെരുക്കമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഉടുവസ്ത്രത്തിന് മറ്റു വസ്ത്രമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കോടികളുടെ ആസ്തിയായി, കോടികളുടെ വീടായി, ഇപ്പോൾ എല്ലാം തന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഈ ദൈവദാസന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ദൈവജനം, ദൈവദാസന്മാർ, ഞെരുക്കം അനുഭവിക്കുന്നവർ, അടുത്ത നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞിനെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്തവർ, ദൈവ സമൃദ്ധി കൊടുത്ത ദൈവജനവും ദൈവദാസന്മാരുമൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ ആഡംബര ജീവിതങ്ങളും ചെയ്ത് ആഡംബരത്തോടുള്ള വിവാഹങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മളെ നല്ല പാഠം പഠിപ്പിച്ചു. ആഡംബര വിവാഹങ്ങൾ മാറ്റിവെക്കുവാൻ, ആഡംബര അടക്കങ്ങൾ മാറ്റിവെക്കുവാൻ ഒക്കെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയട്ടെ, ദൈവം എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? നമുക്ക് ദൈവം നന്മ തരുമ്പോൾ അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, ദൈവം തരുന്ന നന്മകളെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് വിനിയോഗിക്കുവാൻ, അടുത്ത സ്റ്റെപ്പുകൾ പ്രസംഗിക്കുവാൻ സമയപരിധിയുണ്ട്. ദൈവത്തോട് ആലോചന ചോദിച്ചു വേണം സ്റ്റെപ്പുകൾ വെക്കാൻ. ഇവളൊരു കടക്കാരിയായി പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്ന് ആലോചന ചോദിക്കുകയാണ്. പ്രവാചകൻ അവളോട് പറയുകയാണ്, നിന്റെ കടം മാറുവാൻ മറ്റൊന്നും നീ ചെയ്യണ്ട. എന്ത് ചെയ്യണം? നീ നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തമായി മനസ്സിലാക്കണം. നീ പോയിട്ട് പാത്രങ്ങൾ എന്ത് ചെയ്യണം? കടം വാങ്ങണം. മാത്രമല്ല, നിന്റെ പക്കൽ എന്തുണ്ടെന്നാ അവിടെ ചോദിക്കുന്നത്. ഒന്നാമത്തെ വിഷയം അതാ. അടുത്ത സ്റ്റെപ്പിലുള്ള നാലാമത് ഓർപ്പിക്കാനുള്ള വിഷയം, അവളോട് പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ പക്കൽ എന്തുണ്ട്? അവിടെ വീട്ടിലുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ ഇരിപ്പുണ്ട്, അല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം. നിശ്ചയമായിട്ടും ഈ ഭർത്താവ് ഭക്തനാ. ഈ ഭാര്യയ്ക്ക് വരുത്തിയ കടം, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വരുത്തിയ കടത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഭാര്യ എവിടുന്ന് കടം വന്നു, എങ്ങനെ വന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഭാര്യയോട് എന്ത് ചെയ്യണം? അറിയണം. ഒരുപക്ഷെ ഈ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടല്ലേ അവൾ കടക്കാർ വന്നപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. അന്നത്തെ പശ്ചാത്തലം നമുക്ക് അറിയത്തില്ലെങ്കിലും എന്റെ മനോഭാവത്തിലൂടെ ഞാൻ പറയട്ടെ, അവിടെ ഇവൾ ഈ വിഷയങ്ങളൊക്കെ, കടഭാരം വന്ന വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ ഇവൾക്കറിയാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൾ ജീവന്റെ കൃപയ്ക്ക് എന്താണ് കൂട്ടവകാശികൾ എന്ന് വെച്ച് അവർക്ക് എന്ത് ചെയ്യണം? മാന്യത കൊടുക്കണമെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പം ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായതുകൊണ്ട് ഭാര്യമാരോടൊക്കെ കുടുംബജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആലോചിച്ച് വേണം നടത്തേണ്ടത്. ഏതായാലും ഭർത്താവ് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം ആകസ്മികമായിട്ട് ഭക്തനായിട്ട് മരിച്ചു. താൻ വരുത്തി വെച്ച കടം തന്റെ കുഞ്ഞുങ്ങൾക്ക് അടിമത്തത്തിനും തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നഷ്ടകഷ്ടങ്ങൾക്കും കാരണമായി തീരുകയാണ്. എന്നാൽ അത് ദൈവദാസന്റെ അടുക്കൽ, എലിശയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്. എലിശ എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ എന്നൊക്കെയാണ്. അങ്ങനെ രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനും. അപ്പൊ നമുക്കറിയാം, യേശു കർത്താവാണ് നമ്മുടെ രക്ഷകനും വിടുതലും നൽകുന്നവൻ. അപ്പൊ കർത്താവിന്റെ അടുക്കൽ നമ്മുടെ വിഷയങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? വരണം. വരുമ്പോൾ കർത്താവ് നമുക്ക് ആലോചന തരും. അപ്പൊ കർത്താവ് ആലോചന തന്നപ്പോൾ തന്നത് ഇങ്ങനെയാണ്. അവിടെ പ്രവാചകൻ കൊടുക്കുന്ന ആലോചന ഇങ്ങനെയാണ്. എന്താണെന്ന് അറിയാമോ? നീ എന്ത് ചെയ്യണം? നീ ഒരു കടം പാത്രങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുകൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ?
ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവിടുന്ന് തക്ക പരിഹാരം എന്ത് ചെയ്യും? വരുത്തുവാനിടയായിത്തീരും. അങ്ങനെ വരുത്തുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്, ഉണ്ടാകണം. അതുകൊണ്ട് ഈ കടഭാരം വന്നപ്പോൾ പെട്ടെന്ന് കടം വാങ്ങിക്കാൻ ഓടുമല്ലായിരുന്നു ഇവിടെ ചെയ്തത്, ദൈവദാസന്റെ അടുക്കിലേക്ക് ഓടി. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പം ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടണം. എനിക്ക് ഭർത്താവ് ഇത്രയും കടം വരുത്തി വെച്ചു, അതുകൊണ്ട് ഇനി ബാക്കി എന്ത് ചെയ്യാനാ? മക്കളെ അടിമകളാക്കല്ല. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം ജ്ഞാനത്തിൽ ഊന്നരുതെന്ന് അവള് വേഗത്തിൽ ദൈവസന്നിധിച്ചു. അവൻ ദൈവാലോചന ഏറ്റെടുത്തു. ദൈവാലോചന എടുത്തതും പറയുകയാണ്, നിന്റെ വീട്ടിൽ എന്താ ഉള്ളേ? അപ്പൊ അവള് പറഞ്ഞു, എന്റെ വീട്ടിൽ ആകെ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറയുകയാണ്, നീ പോയിട്ട് ഈ കടം കയറിയിരിക്കുന്നുള്ളൂ പറയാൻ, നീ പോയിട്ട് പാത്രങ്ങളൊക്കെ കടമെടുക്കാൻ പറ. കടമെടുക്ക. എന്നിട്ട് എന്ത് ചെയ്യണം? പാത്രം കുറഞ്ഞു പോകരുത്. നീയും നിന്റെ മക്കളും കൂടെ കയറി എന്ത് ചെയ്യണം? വാതിലടിച്ച് അപ്പൊ ഈ മക്കളെ കൂടെ എന്ത് ചെയ്യണം? അടിമപ്പെടാൻ പോകുന്ന മക്കളെ കൂടെ വിളിക്കണം. ഭക്തി കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. അപ്പൊ ഈ പ്രവാചകന്റെ കുടുംബജീവിതത്തിൽ എന്തുകൊണ്ട്? മക്കളും കൂടെ ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ ഒരുക്കപ്പെടുക. ഈ മക്കൾ അവിശ്വാസം പറയുക, അമ്മ പോയി ദൈവദാസന്റെ അടുക്ക പോയി ഇങ്ങനെയൊക്കെ പറയുക, ഞങ്ങള് കടം കയറിയിരിക്കുക, ഞങ്ങൾ ഇവിടെ എന്തിനാ കയറുന്നേ? അല്ല, ഒരുമിച്ച് ഭവനത്തിന്റെ കൂടാരത്തിൽ കയറി വാതിലടച്ച് ഒരു മക്കളും അമ്മയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പാത്രം അങ്ങോട്ട് മക്കളെടുത്ത് വെച്ചു കൊടുക്കുക, ഇവര് നിറയ്ക്കുക, പകരാൻ തുടങ്ങി. പകരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തറിയാമോ? നിറവുകൾ ദൈവം കൽപ്പിക്കാൻ തുടങ്ങി. അവരുടെ ഭരണികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും അവരെന്താ ചെയ്യുന്നത്? അവർ ദൈവസന്നിധിയിലേക്ക് ഓടി വരിക, പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി വരിക. പ്രവാചക, ഇപ്പോൾ ഞങ്ങളുടെ ഭരണികൾ എന്ത് ചെയ്തിരിക്കുന്നു? നിറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ പറയുകയാണ്. അപ്പൊ നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥം നമ്മുടെ പാത്രങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു ജീവിത സത്യമാണ്, നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ആവശ്യത്തിന് മതിയാവോളം അവിടുത്തെ കൃപ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മയും മക്കളും കൂട്ടായി പ്രവർത്തിച്ചു. ദൈവകൃപയും സംരക്ഷണവും എന്ത് ചെയ്തു? സമൃദ്ധിയായി അവരനുഭവിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയോടെ നമ്മൾ നിലകൊണ്ടാൽ ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? കരുതുവാനിടയായിത്തീരും. ദൈവശബ്ദം ഏറ്റെടുത്ത് ദൈവാലോചനയോട് മത്സരം കാണിക്കാതെ അവരെന്ത് ചെയ്തു? ദൈവശബ്ദം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കാഴ്ചയോട് വെച്ചപ്പോൾ അവരുടെ പാത്രങ്ങളെല്ലാം നിറഞ്ഞു. അവർ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഞങ്ങള് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങള് പകർന്നിരിക്കുന്നു, ഞങ്ങളുടെ ഭരണികളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അമ്മ ചോദിച്ചു, മക്കളെ ഇനിയും വല്ല പാത്രമുണ്ടോ? ഇല്ല, പാത്രങ്ങളെല്ലാം തികഞ്ഞെന്ന് പറഞ്ഞു. എണ്ണ നിന്നു. പ്രവാചകനോട് ഇനി എന്തോ ചെയ്യണം? നീ പോയി ഇത് വിറ്റെന്ത് ചെയ്യുക? കടം വീട്ടിയ ശേഷം ശേഷിപ്പുകൊണ്ട് ഉപജീവിച്ചു കൊള്ളുക. ശ്രദ്ധിക്കണേ, ഒരു കടക്കാരിയെ ഒരു കച്ചവടക്കാരിയാക്കി മാറ്റുക. ഒരു കടക്കാരിയെ ഒരു ബിസിനസ്സുകാരിയാക്കി മാറ്റുക. അവിടെ വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശൂന്യമായ ഭവനം, ശൂന്യമായ അവസ്ഥ, ഒഴിഞ്ഞ അവസ്ഥ, ഒഴിഞ്ഞ പാത്രമായിരിക്കുന്ന അവസ്ഥയെ നിറഞ്ഞ പാത്രമാക്കി തീർക്കുക. ഇന്നൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയുടെയും കഷ്ടതയുടെയും വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രതിസന്ധികളുടെയും വിരഹത്തിന്റെയും ഒക്കെ അനുഭവങ്ങളിൽ, രോഗത്തിന്റെയും ഒക്കെ അനുഭവങ്ങളിൽ നാം ദൈവപാദത്തിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ പകരുവാൻ തുടങ്ങിയ ദൈവശബ്ദം ഏറ്റെടുത്തുകൊണ്ട്, ദൈവാലോചന ഏറ്റെടുത്തുകൊണ്ട് കാഴ്ചയോട് വെക്കുമ്പോൾ ദൈവകൃപ നമ്മുടെ ആത്മീയ തലത്തിലും ഭൗമിക തലത്തിലും പകരപ്പെടുമ്പോൾ നമ്മുടെ ആത്മീയമായ അനുഭവങ്ങളിലും ഭൗമികമായ അനുഭവങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ തന്നെ മഹത്വത്തിന്റെ തലത്തിലൊത്തവണ്ണം ഫിലിപ്പിയാലേഖനം 4:19 എഴുതിയിരിക്കുന്ന പോലെ സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ തലത്തിലൊത്തവണ്ണം സ്വർഗം തീർത്തു തരുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഒരു കടക്കാരിയെ കച്ചവടക്കാരിയാക്കുന്ന ദൈവകൃപയാണ് ഈ കുടുംബജീവിതത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കുവാനിടയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രവാചക ശിഷ്യന്റെ കുടുംബം അവർ കഴിഞ്ഞ നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ ഭർത്താവ് നഷ്ടപ്പെട്ട അവസ്ഥ, അതുപോലെ കടഭാരം കയറിയ അവസ്ഥ, ആണിമത്തം തലമുറയ്ക്ക് വരുന്ന അവസ്ഥ. എന്നാൽ പ്രവാചകന്റെ അടുക്കൽ ദൈവാലോചന ഏറ്റെടുത്ത് ദൈവകൃപ ഭവനത്തിലേക്ക് പകരുവാൻ തുടങ്ങിയപ്പോൾ
അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വിടുതലിന്റെയും ആശ്വാസത്തിന്റെയും ആ സ്വാതന്ത്ര്യത്തിന്റെയും അനുഭവം അവരുടെ കൂടാരത്തിൽ വെളിപ്പെടുക. അവൾ ഇനിയും ദൈവസന്നിധിയിൽ നിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കടം വാങ്ങിച്ച പാത്രങ്ങൾ കൊടുത്തു തീർക്ക മാത്രമല്ല, അത് പകർന്ന് അവൾക്ക് വേണ്ട ഉപജീവനത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കത്തക്കവണ്ണമുള്ള ഒരു സമൃദ്ധിയോടുകൂടിയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഭക്തിയോട് ദൈവത്തെ സേവിക്കുന്ന ദൈവജനമേ, ദൈവദാസന്മാരെ, ദൈവികമായ അനുഭവങ്ങളിലുള്ള ആ ജീവിതം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇന്ന് എന്റെ ശ്രോതാക്കളായി നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നാം ഒരു ഒഴിഞ്ഞ പാത്രമെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിന്റെ അടുത്ത് ദൈവകൃപയുടെ അനുഭവങ്ങൾ ഏറ്റെടുക്കുവാൻ, ദൈവവചനത്തിനും ദൈവപ്രമാണത്തിനും പൂർണ്ണമായി ശ്രദ്ധ കൊടുത്തുകൊണ്ട്, ദൈവഹിതത്തിനും ദൈവാലോചനയ്ക്കും അനുസരിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം കാഴ്ചയോട് വെച്ചാൽ നമ്മുടെ ആത്മീക ഭൗമികമായ അനുഭവങ്ങളിൽ ദൈവപ്രവർത്തികളുടേതായിരിക്കുന്ന അനുഭവങ്ങളെ വെളിപ്പെടുത്തി വിജയത്തോടെ നടത്തുവാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു കടക്കാരനായി നീ കടന്നു വന്നാൽ ദൈവം ഒരു കച്ചവടക്കാരനാക്കി ദൈവം നിന്നെ മടക്കി അയക്കും. ദൈവത്തിന്റെ ഒരു കുചേലനായി വന്നാൽ ദൈവം നിന്നെ കുബേരനായി അയക്കുന്ന ദൈവമാണ്. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ തയ്യാറായ ആ വിധവയെ പോലെ നമ്മളും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ആഡംബര ജീവിതത്തിന് വേണ്ടിയല്ല, ദൈവത്തുനിന്ന് ചോദിച്ച് ദൈവകൃപയും ദൈവാനുഗ്രഹങ്ങളും വാങ്ങിച്ചത് പ്രാപിച്ചിട്ട് അത് അനേകർക്ക് നിസ്വാർത്ഥമായി പകർന്നു കൊടുക്കുവാൻ, ദൈവത്തിന്റെ മാന്യപാത്രങ്ങളായി നിലകൊള്ളുവാൻ ദൈവങ്ങളിൽ ഇന്നുകൾക്കാലം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരനാം ദൈവമേ, നിത്യപിതാവേ, ഈ വചനദൂത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ ജീവിതത്തിന്മേൽ പകർന്നു അവരുടെ കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, ആകുലതകൾ, രോഗശക്തികൾ, വെല്ലുവിളികളുടെ അന്ധകാരങ്ങളുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും വിമോചനമേകി അങ്ങയിലൂടെ, അങ്ങയുടെ വൈരത്തിലൂടെയുള്ള മഹത്വപൂർണമായ വിജയകരമായ ജീവിതം അനുഭവിപ്പാൻ ദൈവർക്ക് കൃപ കൊടുത്താൽ ദിവ്യനാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.